ക്യാബിനറ്റ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കാരിത്താസ് ഹോസ്പിറ്റൽ കോട്ടയം. കാരിത്താസ് ഹോസ്പിറ്റൽ, ബെസ്റ്റ് ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സ് ഇൻ സെൻട്രൽ ട്രാവൻകൂർ. നമസ്കാരം, ഞാൻ ശാലിനി. പ്രധാന വാർത്തകൾ. വൻ നേട്ടവുമായി സപ്ലൈകോയുടെ വിഷു ഈസ്റ്റർ ചന്തകൾ. ജില്ലയിൽ ലഭിച്ചത് 8,30,00,000 രൂപ. വനിതാ ബില്ല് അട്ടിമറിച്ച ഇന്ത്യ മുന്നണിയുടെ നിലപാടിൽ യുവമോർച്ചയുടെ പ്രതിഷേധം. കോട്ടയത്ത് ഫ്രാൻസിസ് ജോർജ് എംപിയുടെ ഓഫീസിലേക്ക് മാർച്ച്, കോലം കത്തിച്ചു. ക്ഷേത്രങ്ങളിൽ ഭക്തി നിറച്ച് പത്താമുദയം. മണക്കാട്ടമ്മയ്ക്ക് പൊങ്കാലയിട്ട് ഭക്തർ. ജോസ് കെ മാണിയെ നിയുക്ത MLA എന്ന് വിശേഷിപ്പിച്ച് ഫ്ലെക്സുകൾ പ്രത്യക്ഷപ്പെട്ടത് കടപ്പാട്ടൂരിൽ. സംഭവത്തിൽ പങ്കില്ലെന്ന് കേരള കോൺഗ്രസ് എം. വാർത്തകൾ വിശദമായി. സപ്ലൈകോയുടെ ഈസ്റ്റർ വിഷു മേളയിലൂടെ സപ്ലൈകോയ്ക്ക് ലഭിച്ചത് 8,30,00,000 രൂപ. ജില്ലയിൽ ഏപ്രിൽ 1 മുതൽ 14 വരെയായിരുന്നു ചന്തകൾ. വിഷു ഈസ്റ്റർ ഫെയറുകളിലൂടെ കോട്ടയം ജില്ലയിൽ സപ്ലൈകോ നേടിയത് 8,30,00,000 രൂപയുടെ വിറ്റുവരവ്. 8,30,95,053 രൂപയുടെ വിറ്റുവരവാണ് ഉണ്ടായത്. മാവേലി സ്റ്റോറുകൾ ഒഴികെ സപ്ലൈകോയുടെ എല്ലാ വിൽപ്പനശാലകളിലും ചന്തകൾ പ്രവർത്തിച്ചിരുന്നു. ഏപ്രിൽ 1 മുതൽ 14 തീയതി വരെയായിരുന്നു മേളകൾ. വിഷു ചന്തകൾക്ക് പുറമെ വിഷുക്കൈനീട്ടം, വിഷുക്കണി, പ്രത്യേക കിറ്റ് എന്നിവയും സപ്ലൈകോ ഒരുക്കിയിരുന്നു. 1,250 രൂപ വിലയുള്ള 16 അവശ്യ സാധനങ്ങൾ അടങ്ങിയ വിഷുക്കണി കിറ്റ് 1,001 രൂപയ്ക്കാണ് നൽകിയത്. സബ്സിഡി ഇതര സാധനങ്ങൾ വാങ്ങുന്നവർക്ക് വിഷുക്കൈനീട്ടമായി 101 രൂപയുടെ കൂപ്പണും നൽകിയിരുന്നു. ഈ കൂപ്പണുമായി മെയ് 30 വരെ സപ്ലൈകോയുടെ ഏതെങ്കിലും വിൽപ്പനശാലകളിൽ നിന്നും 1,000 രൂപയ്ക്ക് മുകളിൽ സബ്സിഡി ഇതര സാധനങ്ങൾ വാങ്ങുമ്പോൾ 101 രൂപ കിഴിവ് ലഭിക്കും. ഗുണമേന്മയുള്ള സാധനങ്ങൾ കുറഞ്ഞ നിരക്കിൽ ഉറപ്പാക്കാൻ സർക്കാരും സപ്ലൈകോയും വിപുലമായ ക്രമീകരണങ്ങൾ ഒരുക്കിയിരുന്നു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. വനിതാ ബില്ല് അട്ടിമറിച്ച ഇന്ത്യ മുന്നണിയുടെ നിലപാടിനെതിരെ യുവമോർച്ചയുടെ പ്രതിഷേധം. കോട്ടയത്ത് ഫ്രാൻസിസ് ജോർജ് എംപിയുടെ ഓഫീസിലേക്ക് മാർച്ച് നടത്തി. വനിതാ സംവരണ ബില്ല് അട്ടിമറിച്ച ഇന്ത്യ മുന്നണിയുടെ നിലപാടിനെതിരെ കോട്ടയത്ത് യുവമോർച്ചയുടെ പ്രതിഷേധം. ഫ്രാൻസിസ് ജോർജ് എംപിയുടെ ഓഫീസിലേക്ക് പ്രവർത്തകർ മാർച്ച് നടത്തി. കോട്ടയം KSRTC ബസ് സ്റ്റേഷന് സമീപത്തു നിന്നും ആരംഭിച്ച മാർച്ച് കേരള കോൺഗ്രസ് ഓഫീസ് പരിസരത്ത് വെച്ച് പോലീസ് തടഞ്ഞു. യുവമോർച്ച സംസ്ഥാന വൈസ് പ്രസിഡന്റ് അർജുൻ പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്തു. രാജ്യത്തെ സ്ത്രീകളോട് ഇന്ത്യ സഖ്യം വലിയ ചതിയാണ് ചെയ്തതെന്ന് ഉദ്ഘാടകൻ പറഞ്ഞു. ഈ രാജ്യത്തെ സ്ത്രീജനങ്ങൾക്കെതിരെ അവർ ശബ്ദമുയർത്തിയിരിക്കുകയാണ് പാർലമെന്റിൽ. എന്താണ് നമ്മൾ അവിടെ കൊണ്ടുവന്ന ബിൽ? ഈ നാട്ടിലെ അല്ലെങ്കിൽ ഈ ഇന്ത്യ മഹാരാജ്യത്തിലെ സ്ത്രീകൾക്ക് ലോകസഭയിൽ അവർക്കൊരു ശബ്ദമാവുക, അവരുടെ കാര്യങ്ങൾ അവിടെ അവതരിപ്പിക്കുവാൻ വേണ്ടി ഒരു ശബ്ദം അവിടെ ഉണ്ടാവണം എന്നുള്ളത് നരേന്ദ്രമോദി സർക്കാരിന്റെ തീരുമാനമായിരുന്നു. അതിനെതിരെ അവർ എതിർത്ത് വോട്ട് ചെയ്തുകൊണ്ട് എന്താണ് അവർ ഈ നാട്ടിലെ സ്ത്രീജനങ്ങളോട് യുദ്ധം പ്രഖ്യാപിച്ചുകൊണ്ടിരുന്നത്? അവർ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഇവിടെ സ്ത്രീജനങ്ങൾ അധികാരത്തിലേക്ക് വരണ്ട എന്നാണ് അവർ പറഞ്ഞത്. എന്ത് വികസനമാണ് അല്ലെങ്കിൽ എന്ത് നയമാണ് അവർ സ്ത്രീകൾക്ക് വേണ്ടി ചെയ്തിട്ടുള്ളത് ഇതുവരെ? പ്രവർത്തകർ ഫ്രാൻസിസ് ജോർജ് എംപിയുടെ കോലം കത്തിച്ചു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. ചിറക്കടവ് മണക്കാട്ട് ശ്രീഭദ്ര ക്ഷേത്രത്തിൽ പത്താമുദയ മഹോത്സവം ആഘോഷിച്ചു. ഇതിന്റെ ഭാഗമായി നടന്ന പൊങ്കാലയും കുംഭകുടവും ഭക്തിസാന്ദ്രമായി. ക്ഷേത്രങ്ങളിൽ പത്താമുദയം ആഘോഷിച്ചു. ചിറക്കടവ് മണക്കാട്ട് ശ്രീഭദ്ര ക്ഷേത്രത്തിൽ പൊങ്കാലയായിരുന്നു പ്രധാന ചടങ്ങ്. സൗരവർഷത്തിന്റെ ആരംഭമായ വിഷു മുതൽ പത്താമുദയം വരെയുള്ള ദിവസങ്ങൾ അതീവ പുണ്യമാണ്. അതിൽ പത്താമുദയമാണ് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളത്. സൂര്യന്റെ 10ാം ഉദയ ദിവസമാണ് മണക്കാട്ട് ശ്രീഭദ്ര അഭീഷ്ടവരദായിനിയായി പുണ്യദേശത്തിൽ കുടികൊണ്ടത്. അന്നേ ദിവസം മണക്കാട്ട് ഭഗവതിക്ക് പൊങ്കാല അർപ്പിക്കുന്നതിലൂടെ ഭക്തരുടെ എല്ലാ ആഗ്രഹങ്ങളും അമ്മ സാധിച്ചു തരും എന്നാണ് വിശ്വാസം. സ്ത്രീകൾ ആഗ്രഹ സാഫല്യത്തിനും സമ്പൽ സമൃദ്ധിക്കും ദുരിത ദുഃഖമോചനത്തിനും വേണ്ടി നടത്തുന്ന ഏറ്റവും പ്രധാന വഴിപാടാണ് പൊങ്കാല. രാവിലെ തന്ത്രി താമരക്കാട്ട് ചെങ്ങഴശ്ശേരി ഇല്ലം സന്തോഷ് നമ്പൂതിരിയുടെയും മേൽശാന്തി കടൂപ്പറമ്പിൽ ഇല്ലം KS രഞ്ജിത്ത് നമ്പൂതിരിയുടെയും കാർമ്മികത്വത്തിൽ പൊങ്കാല ചടങ്ങുകൾ ആരംഭിച്ചു. നിരവധി സ്ത്രീകൾ ദേവിക്ക് മുന്നിൽ പൊങ്കാലയിട്ട് അനുഗ്രഹം തേടി. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം. കോടിമത പള്ളിപ്പുറത്തുകാവ് ഭദ്രകാളി ക്ഷേത്രത്തിൽ പത്താമുദയ മഹോത്സവം നാളെ സമാപിക്കും. നാളെ രാവിലെ 10 മണിക്ക് കുംഭകുട ഘോഷയാത്രയും ജീവിത എഴുന്നള്ളത്തും നടക്കും.
അഭീഷ്ടവരദായിനിയായ കൂടിമത പള്ളിപ്പുറത്തുകാവ് ഭദ്രകാളി ക്ഷേത്രത്തിലെ പത്താമുദയ മഹോത്സവം നാളെ സമാപിക്കും. ഈ മാസം 16-നാണ് ക്ഷേത്രത്തിൽ മഹോത്സവം ആരംഭിച്ചത്. പത്താമുദയ ദിനമായ ഇന്ന് നിരവധി ഭക്തർ ക്ഷേത്രത്തിൽ എത്തി. നാളെ രാവിലെ എണ്ണക്കുടം ഘോഷയാത്ര, എണ്ണക്കുടം അഭിഷേകം എന്നിവ നടക്കും. 10 മണിക്ക് കുംഭകുട ഘോഷയാത്രയും ജീവിത എഴുന്നള്ളിപ്പും ഉണ്ടാകും. ന്യൂസ് ബ്യൂറോ, കോട്ടയം. പാലാ കടപ്പാട്ടൂർ ക്ഷേത്രത്തിന് സമീപം ജോസ് കെ മാണിയെ നിയുക്ത MLA എന്ന് വിശേഷിപ്പിച്ച് ഫ്ലെക്സ് ബോർഡുകൾ പ്രത്യക്ഷപ്പെട്ടു. കടപ്പാട്ടൂർ പൗരാവലിയുടെ പേരിലാണ് ഫ്ലെക്സുകൾ സ്ഥാപിച്ചിരിക്കുന്നത്. ജനനായകൻ പാലായുടെ MLA എന്നാണ് ഫ്ലെക്സിൽ കുറിച്ചിരിക്കുന്നത്. അതേസമയം ഫ്ലെക്സ് ബോർഡുകൾ സ്ഥാപിച്ചതിനെക്കുറിച്ച് അറിവില്ലെന്ന് കേരള കോൺഗ്രസ് എം നേതൃത്വം പറയുന്നു. കണ്ണൂർ ദന്തൽ കോളേജ് വിദ്യാർത്ഥി നിതിൻ രാജിന്റെ മരണത്തിൽ CSDSന്റെ പ്രതിഷേധം തുടരുന്നു. എരുമേലി എലിവാലിക്കരയിൽ പന്തംകുളത്തി പ്രകടനവും സായാഹ്ന ധർണയും നടത്തി. കണ്ണൂർ അഞ്ചരക്കണ്ടി ദന്തൽ കോളേജിൽ ജാതി വിവേചനത്തിന് ഇരയായ BDS വിദ്യാർത്ഥി നിതിൻ രാജിന്റെ മരണത്തിന് ഉത്തരവാദികളായവരെ അറസ്റ്റ് ചെയ്യണമെന്നും ജോലിയിൽ നിന്ന് പിരിച്ചുവിടണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് CSDS നടത്തുന്ന പ്രതിഷേധം തുടരുന്നു. CSDS കാഞ്ഞിരപ്പള്ളി താലൂക്ക് കമ്മിറ്റിയും എരുമേലി എലിവാലിക്കര കുടുംബയോഗവും തുമരമ്പാറ കുടുംബയോഗവും ചേർന്ന് പ്രതിഷേധ ജാഥയും പന്തംകൊളുത്തി പ്രകടനവും നടത്തി. എലിവാലിക്കരയിൽ നിന്ന് ആരംഭിച്ച പ്രതിഷേധ ജാഥ തുമരമ്പാറയിൽ അവസാനിച്ചു. ഷാജി വെൺമന്തറയുടെ അധ്യക്ഷതയിൽ നടന്ന പ്രതിഷേധ സായാഹ്ന ധർണ സംസ്ഥാന കമ്മിറ്റി അംഗം അനീഷ് ചാക്കോ ഉദ്ഘാടനം ചെയ്തു. വളർന്നു വരുന്ന കുഞ്ഞുങ്ങൾക്കും ഇതുപോലെയുള്ള മാനസികമായ ബുദ്ധിമുട്ടുകളുണ്ടാകുമ്പോൾ ഞങ്ങൾ ആരോട് ചോദിക്കും, ഞങ്ങൾ ആരോട് പറയും? അതുകൊണ്ടാണ് പ്രിയമുള്ളവരെ CSDS എന്ന് പറഞ്ഞ മഹാപ്രസ്ഥാനവും ഇവിടുത്തെ മറ്റുള്ള ദളിത് പ്രസ്ഥാനങ്ങളും കൂടെ ഒന്നിച്ചു ചേർന്നുകൊണ്ട് ഈ വരുന്ന 28-ാം തീയതി കേരളമൊട്ടാകെ ഹർത്താൽ ആചരിക്കുവാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഈ ഹർത്താൽ കൊണ്ടൊന്നും തീർന്നു എന്ന് വിചാരിക്കേണ്ട. നിതിൻ എന്ന് പറയുന്ന കുഞ്ഞിനെ ഘാതകരെ കൃത്യമായി അറസ്റ്റ് ചെയ്ത് നിയമ നടപടിയിലേക്ക് കൊണ്ടുവന്നില്ല എങ്കിൽ ഈ ദളിത് പ്രസ്ഥാനങ്ങൾ ശക്തമായിട്ട് തന്നെ വീണ്ടും മുന്നോട്ട് പോകുന്ന സാഹചര്യത്തിലേക്ക് വരുമെന്ന് ഈ നാട്ടിലെ എല്ലാ ജനങ്ങളെയും അറിയിക്കുകയാണ്. താലൂക്ക് പ്രസിഡന്റ് ബിജു വഴിപ്പറമ്പിൽ, സെക്രട്ടറി പ്രമോദ് CS, എരുമേലി പഞ്ചായത്ത് കമ്മിറ്റി അംഗം ആന്റണി മുട്ടപ്പള്ളി, PK രാജു എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞിരപ്പള്ളി. അരുവിത്തുറ പള്ളിയിൽ വിശുദ്ധ ഗീവർഗീസ് സഹദായുടെ തിരുനാളിന് കൊടിയേറി. പള്ളി വികാരി ഫാദർ മാത്യു ചന്ദ്രൻകുന്നൽ കൊടിയേറ്റി. നാളെ ഉച്ചയ്ക്കാണ് പ്രസിദ്ധമായ പ്രദക്ഷിണം. പ്രസിദ്ധ തീർത്ഥാടന കേന്ദ്രമായ അരുവിത്തറ സെന്റ് ജോർജ് ഫൊറോന പള്ളിയിൽ വിശുദ്ധ ഗീവർഗീസ് സഹദായുടെ തിരുനാളിന് കൊടിയേറി. വികാരി ഫാദർ മാത്യു ചന്ദ്രകുന്നൽ കൊടിയേറ്റ് കർമ്മം നിർവഹിച്ചു. ചങ്ങനാശ്ശേരി അതിരൂപതാധ്യക്ഷൻ മാർ തോമസ് തറയിൽ വിശുദ്ധ കുർബാന അർപ്പിച്ച് സന്ദേശം നൽകി. തുടർന്ന് നടത്തിയ പുറത്ത് നമസ്കാരത്തിന് കപ്പാട് ബെനഡിക്ടൻ ആശ്രമത്തിലെ ഫാദർ ക്ലെമൻസ് എട്ടാനിയിൽ നേതൃത്വം നൽകി. പുറത്ത് നമസ്കാരത്തിന് ശേഷം വടക്കേക്കര കുരിശുപള്ളിയിലേക്ക് ഇടവകാംഗങ്ങളുടെ നേതൃത്വത്തിൽ ഭക്തിനിർഭരമായ 101 പൊൻകുരിശേന്തിയുള്ള പ്രദക്ഷിണം നടന്നു. ഇന്ന് രാവിലെ 9:30 തിരുസ്വരൂപ പ്രതിഷ്ഠയും തുടർന്ന് ബിഷപ്പ് മാർ ജോസഫ് കരനങ്ങാട്ടിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ സുറിയാനി കുർബാനയും നടന്നു. വൈകുന്നേരം 6:30 നടന്ന തിരുനാൾ പ്രദക്ഷിണത്തിലും അനേകം വിശ്വാസികൾ പങ്കെടുത്തു. നാളെയാണ് പ്രധാന തിരുനാൾ ദിനം. രാവിലെ 10 സീറോ മലബാർ സഭ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ തിരുനാൾ റാസയ്ക്ക് കാർമ്മികത്വം വഹിക്കും. ഉച്ചയ്ക്ക് 12:30 പകൽ പ്രദക്ഷിണം. രാത്രി 8 മ്യൂസിക്കൽ നൈറ്റ് പ്രോഗ്രാം നടക്കും. 25 ഇടവകക്കാരുടെ തിരുനാളാണ്. പുലർച്ചെ 5:30 മുതൽ വിവിധ സമയങ്ങളിൽ വിശ്വകുർബാന ഉണ്ടാകും. രാത്രി 7 തിരുസ്വരൂപം അൾത്താരയിൽ പുനഃപ്രതിഷ്ഠിക്കും. 7:30 മ്യൂസിക്കൽ പ്രോഗ്രാം. 26 മുതൽ 30 വരെ തീയതികളിൽ വിവിധ സമയങ്ങളിൽ വിശ്വകുർബാനകൾ ഉണ്ടാകും. 8 ഇടമായ മെയ് 1 വൈകുന്നേരം 4 മാർ ജേക്കബ് മുരിക്കാൻ വിശ്വകുർബാന അർപ്പിക്കും. ന്യൂസ് ബ്യൂറോ, പാല. മണിമലക്കാവിൽ പൊങ്കാല നാളെ നടക്കും. രാവിലെ 9 മണിക്ക് ക്ഷേത്ര മേൽശാന്തി സുരേഷ് നമ്പൂതിരി പൊങ്കാല അടുപ്പിലേക്ക് അഗ്നി പകരും. 10:30 പൊങ്കാല തളിക്കൽ. പൊൻകുന്നം മേഖലയിൽ പ്രവർത്തിക്കുന്ന ക്രിക്കറ്റ് ക്ലബ്ബ് ഫാൽക്കൺസ് ക്രിക്കറ്റിന്റെ പുതിയ പ്രാക്ടീസ് നെറ്റ്സ് ഉദ്ഘാടനം ചെയ്തു. ചിറക്കടവ് ഗ്രാമപഞ്ചായത്ത് അംഗം ഗൗതം ബാലചന്ദ്രൻ ഉദ്ഘാടനം നിർവഹിച്ചു. 40-ലധികം ക്രിക്കറ്റ് താരങ്ങളുള്ള ഫാൽക്കൺ ക്രിക്കറ്റ് ക്ലബ്ബ് യുവതാരങ്ങളെ വളർത്തുകയും പരിശീലനം നൽകുകയും ചെയ്തു വരുന്നു. ചടങ്ങിൽ ക്ലബ്ബ് പ്രസിഡന്റ് വൈശാഖ് വിജയ്, സെക്രട്ടറി സുബിൻ സെബാസ്റ്റ്യൻ, വൈസ് പ്രസിഡന്റ് അലൻ മത്തായി, കോച്ച് മനീഷ് മോഹൻ എന്നിവരും ക്ലബ്ബ് അംഗങ്ങളും പങ്കെടുത്തു. ഈ പ്രാക്ടീസ് സംവിധാനം കളിക്കാരുടെ പരിശീലന നിലവാരം ഉയർത്താനും പുതിയ പ്രതിഭകളെ വളർത്താനും സഹായിക്കുമെന്ന് ക്ലബ്ബ് ഭാരവാഹികൾ അറിയിച്ചു. പാലാ ജനറൽ ആശുപത്രിയുടെ തറയിലെ ടൈലുകൾ പൊട്ടിപ്പൊളിഞ്ഞു. ആശുപത്രിയിലെ അത്യാഹിത വിഭാഗത്തിലും മെയിൻ വാർഡിലെയും ടൈലുകളാണ് പൊട്ടിയത്. ടൈൽ പൊട്ടിയ ഭാഗത്ത് കയർ മാറ്റാണ് ഇട്ടിരിക്കുന്നത്. ഒരാഴ്ചയോളമായി ടൈലുകൾ പൊട്ടിയിട്ട്. 2 വർഷം മുമ്പും ഇവ പൊട്ടിയിരുന്നു. പൊട്ടിയവ മാറ്റിയിടാനുള്ള തയ്യാറെടുപ്പിലാണ് ആശുപത്രി അധികൃതർ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. വൻ നേട്ടവുമായി സപ്ലൈകോയുടെ വിഷു ഈസ്റ്റർ ചന്തകൾ. ജില്ലയിൽ ലഭിച്ചത് 8,30,00,000 രൂപ. വനിതാ ബില്ല് അട്ടിമറിച്ച ഇന്ത്യ മുന്നണിയുടെ നിലപാടിൽ യുവമോർച്ചയുടെ പ്രതിഷേധം. കോട്ടയത്ത് ഫ്രാൻസിസ് ജോർജ് MP യുടെ ഓഫീസിലേക്ക് മാർച്ച്, കോലം കത്തിച്ചു.
ക്ഷേത്രങ്ങളിൽ ഭക്തി നിറച്ച് പത്താമുദയം. മണക്കാട്ടമ്മയ്ക്ക് പൊങ്കാലയിട്ട് ഭക്തർ. ജോസ് കെ മാണിയെ നിയുക്ത MLA എന്ന് വിശേഷിപ്പിച്ച് ഫ്ലെക്സുകൾ പ്രത്യക്ഷപ്പെട്ടത് കടപ്പാട്ടൂരിൽ. സംഭവത്തിൽ പങ്കില്ലെന്ന് കേരള കോൺഗ്രസ് എം. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.